أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول ربي لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ദാനധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരവസരത്തിൽ നൽകിയ മറുപടി ഓരോ സത്യവിശ്വാസിയും സദാ ഓർത്തിരിക്കേണ്ടതാണ്. ഇതാണ് ആ മറുപടി: നീ ദാരിദ്ര്യത്തെ പേടിച്ചും ധനത്തിന് മോഹിച്ചും കൊണ്ട് ആരോഗ്യവാനും പിശുക്കനുമായിരിക്കുമ്പോൾ ദാനധർമ്മം ചെയ്യലാണ്. ഇതാണ് ഏറ്റവും ഉത്തമമായത്. ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്നതുവരേക്കും നീട്ടിവെക്കരുത്. ആ അവസരത്തിൽ നീ പറഞ്ഞേക്കും ഇന്ന ആൾക്ക് ഇത്ര, ഇന്ന ആൾക്ക് ഇത്ര എന്ന്. അപ്പോഴാകട്ടെ അത് ഇന്ന ആൾക്ക് അവകാശികൾക്ക് ആയിക്കഴിയുകയും ചെയ്തിരിക്കും. അവിശ്വാസികളും സത്യനിഷേധികളും മരണസമയത്ത് ഖേദിച്ച് വിലപിക്കുകയും തങ്ങളെ അല്പകാലത്തേക്ക് കൂടി മടക്കി തന്നാൽ തങ്ങൾ മേലിൽ നന്നായിക്കൊള്ളാമെന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയും ചെയ്യുമെന്ന് സൂറത്തുൽ ഇബ്രാഹിം 44 മറ്റും അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ സത്യവിശ്വാസികളിൽ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയവരും തങ്ങളുടെ വീഴ്ചയെപ്പറ്റി ഖേദിക്കുന്നവരും ആ വീഴ്ച നികത്തുവാൻ അല്പം കൂടി അവസരം നൽകണേയെന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുമെന്നും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മയെല്ലാം അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളായ അടിയാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.